രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികൾ യുവാക്കളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റെന്ന സിപിഐഎം പോളിറ്റ് ബ്യൂറോ, അതേസമയം സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. തീർത്തും നിരാശാജനകമായ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം ഒരുപോലെ പറഞ്ഞു. ബജറ്റിൽ യുവതിയുവാക്കളെ പൂർണ്ണമായി അവഗണിച്ചെന്നും വിഷലിപ്തമായ വർഗീയത കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് ബിജെപിയുടെ വിചാരമെന്നും എ റഹീം എം പി പറഞ്ഞു. അങ്ങേയറ്റം യുവജന വിരുദ്ധമാണ്, അങ്ങേയറ്റം ധിക്കാരത്തോടെയാണ് സമീപകാലത്ത് രാജ്യത്തുണ്ടായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ കയ്യിലെ വിഷലിപ്തമായ വർഗീയത എന്ന ആയുധം, ഇത് രണ്ടും വെച്ച് ഞങ്ങൾ ജയിച്ചോളാം എന്ന ധിക്കാരമാണ് ബി.ജെ.പി. സർക്കാരിനെ നയിക്കുന്നത്. ഇടക്കാല ബജറ്റ് പൂർണ്ണമായും മോദിയുടെ പൊള്ളയായ അവകാശവാദങ്ങളെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. ബജറ്റിൽ പുതുമയില്ലെന്നും രാമക്ഷേത്രം മാത്രം മതി വോട്ടിനെന്നാണ് ബി.ജെ.പിയുടെ അമിത ആത്മവിശ്വാസമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചു. ഒരു പദ്ധതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒരു സഹായം കൊടുത്തില്ലെങ്കിലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ വിജയം നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും മറന്നുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്. ധനക്കമ്മി അത്യന്തം ആശങ്കാജനകമാണെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞു. ബജറ്റ് ഉപയോഗശൂന്യമാണെന്നും ഇത് ജനങ്ങൾക്കുള്ളതല്ലെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും വിമർശിച്ചു. ബജറ്റിനെതിരെ രൂക്ഷ വിമർശനമുയരുമ്പോഴും ഇടത്തരക്കാരെയും സാധാരണക്കാരെയും മുമ്പോട്ട് നയിക്കാനുള്ള ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന അവകാശവാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. കൈരളി ന്യൂസ്, ദില്ലി.